നമസ്കാരം, എല്ലാവർക്കും അംബീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. മർച്ചന്റ് ഞങ്ങള് വനിതാ വിങ്ങിലെ ചാവക്കാട് കുറച്ച് ഫ്രണ്ട്സും അതുപോലെ പാവട്ടി യൂണിറ്റിലെ കുറച്ച് മെമ്പേഴ്സും കൂടിയിട്ട് ഞങ്ങൾ ഏനാമാവ് ബോട്ടിങ്ങിന് പോവുകയാണ്. ഞങ്ങളവിടെ എത്തി, എല്ലാവരും ബസ് ഇറങ്ങുകയാണ്. ഞങ്ങൾ വൈകിട്ട് ഒരു 3 മണിക്കാണ് അവിടെ എത്തിയിട്ടുള്ളത്. നല്ല പ്ലേസാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അവിടെ 3 മണിക്കൂർ ബോട്ട് യാത്രയാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഞങ്ങള് വണ്ടി ഇറങ്ങിയിട്ട് അങ്ങനെ ബോട്ടിലേക്ക് പോവാണ്. ചുറ്റും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ചെടികളും അതുപോലെ നല്ല വൃക്ഷങ്ങളൊക്കെ ആയിട്ട് തണലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ പാർക്കും ഉണ്ടായിരുന്നു. പാർക്കിൽ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവർക്കൊക്കെ എൻജോയ് ചെയ്യും. പക്ഷെ ബോട്ടിന്റെ സമയം 3 മണി തൊട്ട് 6 മണി വരെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ബോട്ടിലേക്ക് നടന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ 2-3 കുട്ടികൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോട്ടിന്റെ അടുത്ത് എത്തി, എല്ലാവരും ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കയറിയ ബോട്ടിലല്ല യാത്ര പോയത്. ആ ബോട്ട് ഇപ്പോൾ വന്നില്ലേ, അതിലത്തെ യാത്രക്കാരെ ഇറക്കിയിട്ട് അതിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ബോട്ടിൽ കയറി എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ പാവട്ടി മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരെ ഒരു പ്രസിഡന്റിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനും കൂടി ഇതിൽ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ട് ചെയ്യണതൊക്കെ ഒന്ന് കാണാം.
ലൈല മജ്നൂനിൻ നാട്ടിലെ ബദറുമുനീറിന്റെ ചേലിലെ ബദറോലെ ഒത്തവനാണവൻ ബദറുമുനീറിന്റെ ചേലിലെ ബദറോലെ ഒത്തവനാണവൻ ബദിരീങ്ങളെ പെറ്റ നാട്ടില് ബഹറയും നീന്തിപ്പോയവൻ ബദിരീങ്ങളെ പെറ്റ നാട്ടില് ബഹറയും നീന്തിപ്പോയവൻ ലൈല മജ്നൂനിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ അങ്ങനെ എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. കുട്ടികളുടെ ഡാൻസും എല്ലാം ആയിട്ട് വലിയവരായാലും ഡാൻസൊക്കെ കളിച്ചു. ചിലരൊക്കെ ഇതിൽ ആദ്യമായിട്ടാണ് ബോട്ട് യാത്ര ചെയ്യുന്നത്. അവർക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ കയറി എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തപ്പോൾ എല്ലാവരും മറന്നുപോയത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൽക്കാടുകളും അതുപോലെ സൈഡിലൊക്കെ രാജയുടെ റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. രാജയുടെ ആയുർവേദ റിസോർട്ട് അതിൽ കാണിക്കാം. ആയുർവേദ റിസോർട്ടാണിത്. നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം ആദ്യമായിട്ടാണ് ഞാനൊക്കെ പോകുന്നത്. അപ്പം ഞാനിത് കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർക്കായിട്ട്. ഇനി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട്, വെറൈറ്റി വീഡിയോസ് ഉണ്ട്. ഇതുപോലെ പുറത്ത് പോണതും അതുപോലെ കുക്കിങ്, കളരിപ്പയറ്റ്, ഷോർട്സുകൾ കുറേ ഉണ്ട്. അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ വീഡിയോസും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. രാജയുടെ റിസോർട്ടുകളാണ് ഈ സൈഡിൽ കാണുന്നത്. അവിടെ ആയുർവേദ ട്രീറ്റ്മെന്റിന് വിദേശികളാണ് കൂടുതലും വരുന്നത് അവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം.
ഇത്ര അടുത്ത് നമ്മളൊരു ബോട്ട് യാത്ര ഉണ്ടായിട്ട് ആരും അറിയാതെ പോകരുത്. കാരണം നമ്മൾ ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ ഇത്ര ദൂരം പോയിട്ട് പോകുന്നതിനാട്ടി എത്രയോ നല്ലതാണ് നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ അടുത്ത് ഇത്ര നല്ലൊരു പ്ലേസ് ഉണ്ടായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോവാതിരിക്കരുത്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പം എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യോട്ടാ. ഈ ബിൽഡിങ് പണിതുള്ളതൊരു വഞ്ചിയുടെ മോഡലിലാണ്. വഞ്ചിയുടെ മുകളില് ബിൽഡിങ് പണിത പോലെയാണ് തോന്നുന്നത്. കണ്ടാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ചേറ്റുവ പാലാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും നന്നായി ആസ്വദിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ ഇറങ്ങി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും കൂടി ഉൾപ്പെടുത്തി 2 ടീമും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ബോട്ട് യാത്രയുടെ വിശേഷം. അത് കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് പോന്നിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോന്നു. പാർക്ക് അവിടെയല്ല, അവിടുന്ന് കുറച്ചും കൂടി പോന്നിട്ടാണ്. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കാണാൻ പറ്റും. മണലൂർ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് ഈ പാർക്ക്. അവിടെ നിന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടാണ് വൈകുന്നേരം ഒരു 7:45-8 മണി നേരത്താണ് അവിടെ നിന്ന് പോകുന്നത്.
എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്